ഹരിത ടൗൺ പദ്ധതിയുമായി പരുതൂർ പഞ്ചായത്ത് ആദ്യഘട്ടത്തിൽ നാടപ്പറമ്പ് ടൗണിനെ ഹരിത ടൗണായി പ്രഖ്യാപിച്ചു. ശുചിത്വം സുന്ദരം എന്റെ പരുതൂർ എന്ന മുദ്രാവാക്യവുമായി പഞ്ചായത്തിലെ മുഴുവൻ ടൗണുകളും ഹരിത ടൗണുകളാക്കുകയാണ് ലക്ഷ്യം. അഞ്ച് മൂലയിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ ഘോഷയാത്രയുണ്ടായി. ക്ലീൻ പരുതൂരിന്റെ ഭാഗമായി പരുതൂർ ഗ്രാമപഞ്ചായത്ത് ശുചിത്വം സുന്ദരം എന്റെ പരുതൂർ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പഞ്ചായത്തിലെ മുഴുവൻ ടൗണുകളും ഹരിത ടൗണുകളാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടത്തിൽ പദ്ധതി നാടപ്പറമ്പ് ടൗണിനെ ഹരിത ടൗണായി പ്രഖ്യാപിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ പ്രഖ്യാപനം നടത്തി. ക്ലീൻ പരുതൂർ സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ശുചിത്വം സുന്ദരം എൻ്റെ പരുതൂർ എന്ന നാമധേയത്തിൽ പരുതൂരിലെ എല്ലാ ടൗണുകളും ഹരിത ടൗണുകളായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ആദ്യ ഭാഗമായിക്കൊണ്ടാണ് ഇവിടെ നാടപ്പറമ്പ് പ്രദേശത്തെ തിരഞ്ഞെടുത്തത്. പരുതൂർ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഈ നാടപ്പറമ്പിലെ മുഴുവൻ കച്ചവടക്കാരെയും നമ്മളൊരു യോഗം വിളിച്ചു ചേർത്തു. എല്ലാ കച്ചവടക്കാരും ആ യോഗത്തിൽ പങ്കെടുക്കുകയും പഞ്ചായത്തിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ഈ ആവശ്യങ്ങൾ അവർ അംഗീകരിക്കുകയും അതിന് അവർ താല്പര്യപ്പെട്ട് മുന്നോട്ട് വരികയും ചെയ്തിട്ടുള്ള മുഴുവൻ കച്ചവടക്കാരെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അതല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗങ്ങളിലും മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളൊക്കെ ഒരു സംസ്കാരം എന്ന രീതിയിലേക്ക് മാലിന്യങ്ങൾ ചവറുകളൊക്കെ പുറത്തേക്ക് അലക്ഷ്യമായി വലിച്ചെറിയുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ നാടുകളിലൊക്കെ ഉള്ളത്. അതിനൊരു മാറ്റം വന്നേ മതിയാവുള്ളൂ. വ്യാപാരികളുമായി സഹകരിച്ച് മുഴുവൻ കടകൾക്ക് മുന്നിലും വേസ്റ്റ് ബിൻ സ്ഥാപിക്കുകയും ചെടികൾ സ്ഥാപിച്ചും ടൗണിനെ മനോഹരമാക്കി മാറ്റിയുമാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആഴ്ചയിൽ ഒരു തവണ ശുചീകരണ തൊഴിലാളികളെ വെച്ച് ടൗൺ പരിസരം മുഴുവൻ വൃത്തിയാക്കും. പഞ്ചായത്തിലെ മുഴുവൻ ടൗണുകളും ഹരിത ടൗണുകളായി ജനുവരി മാസത്തോടുകൂടി പ്രഖ്യാപിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷയെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷിത ദാസ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഹസൻ, വാഹിദ ജലീൽ, പഞ്ചായത്ത് അംഗങ്ങളായ അലി, അനിത, രാമചന്ദ്രൻ, ഉമ്മർ, ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രവീൺ, ഹരിത കർമ്മസേന അംഗങ്ങളും പങ്കെടുത്തു. NCV ന്യൂസ് തൃത്താല. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.